ഹലോ നമസ്കാരം. ബ്രൈഡ്സ് ആവാൻ പോകുന്ന കുട്ടികളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഈ വീഡിയോ മൊത്തം കാണുക. വേറെ ഒന്നുമല്ല, നമ്മൾ ഇപ്പം അടുത്തിടെ ഞാനൊരു കല്യാണ കുട്ടിയെ ഒരുക്കിയപ്പോഴത്തേക്ക് ആ കുട്ടിയുടെ നല്ല ഫെയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. പക്ഷെ അതിൻ്റെ കൈ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഫോട്ടോഷൂട്ടിന് പോയപ്പോഴത്തേക്ക് ടാൻ അടിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ടാൻ അടിക്കാൻ നമ്മളൊരു ബ്രൈഡാണെന്നുള്ളൊരു ചിന്ത അവർക്ക് എപ്പോഴും വേണം. കാരണം നമ്മൾ ഡയറക്റ്റ് സൺ എക്സ്പോഷർ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഡയറക്റ്റ് പോയി നിൽക്കരുത്, അല്ലെങ്കിൽ വെയിലിനെ പറ്റി ശ്രദ്ധിക്കണം, ടാൻ വരാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഫോട്ടോസിൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫേഴ്സും പറയും, അതുപോലെ ഇവർ ശ്രദ്ധിക്കാതെ അവരും അതുപോലെ അനുസരിച്ച് അവിടെ പോയി വെയിലത്ത് പോയി നിൽക്കുന്നുണ്ടാവും. ഇതൊന്നും അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേയൊക്കെ ആയിരിക്കും ഈ ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാസമായിരിക്കും. പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്ത് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സൺ ടാൻ എന്ന് പറയുന്നത്. സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡോർ തിരഞ്ഞെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഈവനിങ് ടൈം നമുക്ക് യൂസ് ചെയ്യാം. വെളുപ്പിനും മീൻസ് ഭയങ്കര വെയിലുള്ള സമയം ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതിന് കുട്ടികൾ സൺസ്ക്രീൻ എത്ര ഇട്ടാലും അതൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറും. പിന്നെ അതിന് മേക്കപ്പ് ഇടും, അത് കഴിഞ്ഞ്. പക്ഷെ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് കൈയും നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നമുക്കൊരു പ്രൊട്ടക്ഷൻ പോലെ കിട്ടും. കുറച്ചൊന്ന് വേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഒരു പരിധിയുണ്ട് ടൈമിങ്ങിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൊണ്ടുപോയി എവിടെയാണോ പോകുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യണം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സും ഈ കുട്ടിയുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാരണം പിന്നീട് അവർക്ക് മേക്കപ്പ് ചെയ്യുമ്പം ഫേസിൽ നമുക്ക് കഴുത്തിൻ്റെ കളറിലാണ് നമ്മൾ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ കൈ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും ഡാർക്കാകുമ്പോൾ കുട്ടിയെ നമുക്ക് കൈ വെളുപ്പിക്കാൻ നോക്കുമ്പം അതിൻ്റെ ടാനിങ് കാരണം നമ്മൾ കൂടുതൽ കൺസീലിങ് ചെയ്യേണ്ടി വരും, ഡ്രസ്സിൽ മേക്കപ്പ് ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇനി ബ്രൈഡ്സ് ആകാൻ പോകുന്ന കുട്ടികളും ഫോട്ടോഷൂട്ടിന് റെഡിയാവുന്ന കുട്ടികളും ഒക്കെ ഇതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാലും ടാന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമുക്കൊരു അപ്ലൈ ചെയ്യാനുള്ളൊരു പാക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ജെൻസിനായാലും അതായത് ഗ്രൂമിനായാലും ബ്രൈഡിനായാലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന ഫോട്ടോഗ്രാഫേഴ്സിനായാലും അപ്ലൈ ചെയ്യാം. മിക്സിയുടെ ബൗളെടുത്തിട്ട് അതിലൊരു പിടി ചോറും തൈരും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി ഒരു കളറിന് വേണ്ടിയിട്ട്. അതിനകത്ത് ഒരു 1/4 സ്പൂൺ ഓയിൽ, അതിപ്പോൾ വെളിച്ചെണ്ണയാവാം, ആൽമണ്ട് ഓയിലാവാം, ഏതാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഓരോ ഓയിലുകൾ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അതെടുത്ത് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഫേസിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ബ്രൈഡാണ്, മഞ്ഞൾപ്പൊടി അലർജിയൊക്കെ വന്നാൽ അത് വേണ്ട. കഴുത്തിൻ്റെ ഇവിടെ തൊട്ട് എവിടേക്കാണോ വെയിൽ കൊണ്ട് അവിടെയൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ തൈര് അലർജി ഉണ്ടെങ്കിലും അത് അവോയ്ഡ് ചെയ്യാം. പകരം പാൽ അലർജി ആണെങ്കിൽ തൈര് ഏതാണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അടിച്ചാലും മതിയാവും. അപ്പം ഇതൊന്ന് പാക്കായിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് ഒരു 20-30 മിനിറ്റ്സ് നല്ലോണം ചോറായതുകൊണ്ട് ഡ്രൈ ആവത്തില്ല, അതിന് ഓയിൽ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഡ്രൈ ആവത്തില്ല. അപ്പോൾ അതിന് കുറച്ച് സമയം ഇട്ടിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല. കാരണം ടാൻ നമ്മുടെ ശരീരത്തിൽ പിടിച്ചു പോയാൽ പിന്നെ പോകാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഉടനെ തന്നെ നമുക്ക് അതിനുള്ള റെമഡി ചെയ്ത് വെയിൽ കൊണ്ട് ഉടനെ തന്നെ, ഇപ്പോൾ നിങ്ങൾ കോളേജ് ഗോയിങ് ഗേൾസ് ആയാലും വെയിൽ ഒരുപാട് കൊള്ളേണ്ട ദിവസമാണെങ്കിൽ ഇത് വന്ന് ഇതേ പാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. താങ്ക് യു സോ മച്ച്.